നവനീത് എന്നുള്ളൊരു മകനെ എനിക്ക് തന്നത് തന്നെ കണ്ണനാണ്. അപ്പോൾ ഞങ്ങളന്ന് തിരുവനന്തപുരത്താണ് താമസം. അവിടെ അമ്പലമുക്കിലൊരു കൃഷ്ണക്ഷേത്രമുണ്ട്. എന്നും അവിടെ പോയി നിന്ന് കരയുമായിരുന്നു. തന്നേ പറ്റൂ, ബലമായി പിടിച്ചു വാങ്ങിയതാണ് നവനീതിനെ. അപ്പോൾ കണ്ണൻ തന്നെ തന്ന ഒരു പ്രസാദം പോലെയാണ് ഞാൻ അവനെ കയ്യിൽ വാങ്ങിയത്. അവനെ വളർത്തിയതും അങ്ങനെ തന്നെയാണ്, നവനീത കൃഷ്ണൻ. അതുകൊണ്ട് തന്നെ അവന് നവനീത കൃഷ്ണൻ എന്ന പേര് വിട്ടു. എനിക്കും അശ്വതിക്ക് ഇപ്പോഴും ഇതൊരു ഡ്രീമാണ്. കാരണം ഞങ്ങളിത് ഡ്രീം ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് വർഷങ്ങളായി. സത്യം പറഞ്ഞാൽ ചക്കി ഞങ്ങൾക്ക് ജനിച്ച സമയം തൊട്ട്. I can't stop in 2 words about him. So, he's the love of my life. I had to wait 28 years to find him. The day is finally here. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് 3 പേരും കൂടെ പോകുമ്പോൾ ചക്കി ലിറ്റിൽ ചോദിക്കും എപ്പോഴാണ് വെൻ യു ഗോയിൻ ടു ഹാവ് എ ബോയ് ഫ്രണ്ട്. അപ്പോൾ ചക്കി തമിഴിൽ പറയും അമ്മയാത് അമ്മയാത് എന്ന് വെച്ചാൽ സെറ്റാവില്ല അത്. ബട്ട് വൺ ഇയർ ലേറ്റർ at a wedding. So finally അമയാതെ എന്ന് പറഞ്ഞിട്ട് സൂപ്പറായിട്ട് അമഞ്ചു. വിശ്വസിക്കാൻ പറ്റാതെ ഉണ്ടോയെന്നൊരു സംശയമുണ്ട്. എന്താ വെച്ചാൽ 2 കൊല്ലമായിട്ട് അവനെ കല്യാണം ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരുപാട് പ്രപ്പോസൽസ് വന്നു. ഒരെണ്ണത്തിനും കൂടെ അവൻ എസ് പറഞ്ഞില്ല. അവൻ പറഞ്ഞു ഷീസ് നോട്ട് ദ റൈറ്റ് പേഴ്സൺ. ചക്കിയുടെ വരുന്നത് വരെ. ചക്കി എന്ന പേര് പറയുമ്പോൾ ഞാൻ എത്ര ലക്കിയാണ് എൻ്റെ ലൈഫിൽ നിന്നാണ് എനിക്ക് ആ ഫീലിംഗ് എനിക്ക് വരുന്നത്. I didn't know who she was before I met her. I knew of Appa and I knew of Amma and I knew of Alian, but I did not know of her. So when this came and I saw her, and I was like, okay, I fell in love. I'm not nervous about it. No cold feet. No cold feet. I'm ready to do this. I feel very like I have got like lots of energy. It's my Sangeet day and like happy and like full of energy. To my husband and thank you to her. ഞാൻ ഇങ്ങനെ ട്രൂ ലവിൽ ബിലീവ് ചെയ്യുന്ന ആളൊന്നും ആയിരുന്നില്ല. ഞാൻ വിചാരിച്ചു അറേഞ്ച് മാരേജ് ഒക്കെ എല്ലാ ഒരു കോംപ്രമൈസാണ്, നോർമൽ ലൈക്ക് ഓൾ ഓഫ് ദി അതർ ഗേൾസ് ഐ സ്പോക്ക് ടു. പക്ഷേ ഒരു 10 മിനിറ്റ് സംസാരിച്ചപ്പോൾ എനിക്ക് അറിഞ്ഞു ഇത് വേറെ ഒരു ലെവലാണെന്ന്. ഈ പ്രപ്പോസൽ വരുന്നതിന് കുറച്ച് മുമ്പും
ആ സമയത്തും അതിനുശേഷമുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഇൻറിഫറൻസുമാണ് ദി ഡിവൈൻ. അപ്പോൾ ലക്ഷ്മി ചേച്ചിയുടെ കയ്യിൽ മോൻ്റെ പ്രൊഫൈൽ കൊടുത്തിരുന്നു. അപ്പോൾ അന്ന് ഉച്ചയ്ക്ക് 1:30 മണിക്ക് ലക്ഷ്മി ചേച്ചി എന്നെ വിളിക്കുകയാണ്. ലക്ഷ്മി ചേച്ചി ആരാന്നറിയോ? ലളിത പത്മിനി രാഗിനിയിലെ ലളിതയുടെ അവരുടെ മോളാണ് ലക്ഷ്മി ചേച്ചി. അപ്പോൾ ഇന്ന് ഞാൻ വത്സയ്ക്ക് ഒരു പ്രപ്പോസൽ അയച്ചു തരാം കേട്ടോ. UK യിലുള്ള ഒരു കുട്ടിയാണ്, എന്തോ ഒരു പേരും പറഞ്ഞു, ആ പേര് പോലും എനിക്കിന്നിപ്പോൾ ഓർമ്മയില്ല. UK യിൽ നിന്ന്. ശരി ചേച്ചി അയക്കൂ കേട്ടോ, ഞാൻ നോക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വന്ന പ്രപ്പോസൽ ചക്കിരയാണ്. ആ മൊമെൻറ്റിൽ ഞാൻ നവനീതന് അയച്ചു കൊടുക്കുകയാണ്. അവിടെ നിന്നാണ് ഈ ജേർണിയുടെ സ്റ്റാർട്ടിങ്. പത്ത് 30 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ കല്യാണം നടന്ന അതേ മണ്ഡപത്തിൽ വെച്ച് ചക്കിയുടെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കൊടുക്കാൻ പറ്റില്ലേ? ഭയങ്കര സന്തോഷം. ഇങ്ങനൊരു ആലോചന യാദൃശ്യമായിട്ട് വന്നതാണ്. ഇങ്ങനെ ഫസ്റ്റ് ഞങ്ങൾ ഫോട്ടോ കണ്ടു. ഞാൻ കണ്ട് അശ്വയോട് പറഞ്ഞു, അയ്യോ നല്ല പയ്യൻ. അങ്ങനെ ഞാനന്ന് യാദൃശ്യമായിട്ട് എൻ്റെ നാട്ടിലുള്ള ക്ഷേത്രത്തിൽ പോയിട്ട് എനിക്കെല്ലാം വളരെ പോസിറ്റീവായിട്ട് ഇത് നടക്കുന്നുള്ള പോലെ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ആ കഴുത്തിലുള്ള വെള്ള പൂമാല അത് അങ്ങനെ എടുത്തിട്ട് എൻ്റെ കൈ കൊണ്ട് തരണേ, അങ്ങനെ കല്യാണം നടക്കും, അങ്ങനെയൊക്കെ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ആ വെള്ള പൂമാല എടുത്തിട്ട് തിരുമേനി കൊണ്ട് തരിക. ഇന്ന് വൈകുന്നേരം ഞാൻ യൂഷ്വലിനോ സ്വപ്നലോകത്തിലെ ബാലഭാസ്കർ എന്ന പടം തോന്നില്ലേ, ദേവരജനി വിടരുകയായി സ്വയംവരമായ ആ പാട്ടില്ലേ, അതിൽ മാളവിക പറഞ്ഞുകൊണ്ടേയിരിക്കും. അന്ന് 4-5 പ്രാവശ്യം ഡിഫറെൻറ്റ് സ്റ്റേഷനിൽ അതേ പാട്ടായിരുന്നു. യു വോണ്ട് ബിലീവ് ഇറ്റ്. അതുപോലെ ഞാൻ കാസറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഈ പാട്ട് വരും. അപ്പം ഞങ്ങൾ പക്ഷെ അതാണ് നമുക്കൊരു ഒരുപാട് ഇങ്ങനെ ഇൻറ്റിമേഷൻ കിട്ടാൻ പറയില്ലേ, ഇതാണ് ദിസ് ഇസ് ദ വൺ, ആരോ നമ്മളോട് പറയുന്നൊരു പോലെ നമുക്ക് ഫീലായിട്ടുണ്ട്. നമുക്ക് ആ മൊമെൻറ്റ് തൊട്ടിട്ട് ഇത് നമ്മുടെ കുട്ടിയാണെന്നുള്ള, എൻ്റെ കുട്ടിയാണ്, എൻ്റെ മോളാണെന്നുള്ളൊരു ആ ഒരു ഫീലാണ്. അവർക്ക് മാത്രമല്ല ഞങ്ങൾക്കും അത് ഭഗവാൻ കാണിച്ചു തന്നൊരു ഫീലാണ്. ഞാൻ മനസ്സിൽ ഞാൻ ഒരു ഗുരുവാണ് ഇപ്പം പറഞ്ഞേ, കാരണം എനിക്ക് രാധേമാർ അവനെ സ്നേഹിക്കുന്ന രുക്മിണി എനിക്ക് വേണമെന്ന്. അത് രാധയെ പോലെ അവനെ സ്നേഹിക്കുന്ന ഒരു രുക്മിണിയെ അവന് തരണം. അതുപോലെ തന്നെയാണ് ഭഗവാൻ തന്നിരിക്കുന്നത്. കൾച്ചറിൽ ഒരുപാട് കാര്യങ്ങൾ ചക്കിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ട് ചക്കിക്ക് കുട്ടിക്കാലം തൊട്ട് ഒരു ഇതായിട്ടുണ്ട്. So that's what I'll be wearing, and then when I come back here to the mandapam I'm wearing a gold Kanchipuram saree. ആ ട്രഡീഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ ഇവിടെ അഗ്രഹാരങ്ങളിൽ വളർന്ന കുട്ടിയാണ്. So she knows everything. എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ചക്കി പോകുന്നത് ഞങ്ങളെക്കാൾ കൂടുതൽ ചക്കിയെ സ്നേഹിക്കുന്നൊരു വീട്ടിലേക്കാണെന്നുള്ളതാണ്. സത്യമാണത്. ഒരുപക്ഷെ ഞങ്ങൾ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ, അശ്വതി സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നൊരമ്മ, ഞാൻ സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്ന എൻ്റെ ചേട്ടനെ പോലെ ഞാൻ കാണുന്ന ഗിരീഷ്, നവനീത്. ഒരു ദൈവം തന്ന പൂവേ കണ്ണിൽ തേടൽ
ചക്കിയായിട്ടുള്ളൊരു ഇക്വേഷൻ ഞാൻ കണ്ടു. അവർക്ക് മോളെന്ന് പറഞ്ഞാൽ അങ്ങനെ അവർ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കുട്ടിയെ റിസീവ് ചെയ്തിരിക്കുന്ന പോലെയാണ് അവർ. അത്രയും നല്ലൊരു ഫാമിലി എന്ന് വെച്ചാൽ വത്സയും ഗിരീഷേട്ടൻ രണ്ടുപേരും അത്ര കാര്യമായിട്ടാണ് ചക്കിയെ ടേക്ക് കെയർ ചെയ്യുന്നത്. അത് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഒരു വീട്ടിലേക്ക് ചക്കി പോയതിൽ. ഞങ്ങൾ ചക്കീന്ന് വിളിക്കാറില്ല, ഞങ്ങളുടെ മുത്താണ്. ഞാൻ കുഞ്ചുമാ വിളിക്കും, മുത്ത് എന്ന് വിളിക്കും, അല്ലാതെ അവളെ ഞങ്ങൾ ചക്കീന്ന് വിളിക്കാറില്ല. ഞങ്ങളുടെ വീട്ടിൽ ആദ്യം ഞങ്ങൾ 2 പേരായിരുന്നു, പിന്നെ ഞങ്ങൾ 3 പേരായി. കണ്ണൻ വന്നപ്പോൾ, ചക്കി വന്നപ്പോൾ ഞങ്ങൾ 4 പേരായി. അത് കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ഞങ്ങളുടെ ലിറ്റിലാണ് ഞങ്ങളുടെ താരു. അപ്പോൾ ഞങ്ങൾ 5 പേരായി. അത് കഴിഞ്ഞ ശേഷം നവനീതും കൂടിയായപ്പോൾ ഞങ്ങൾ 6 പേരായി. And all of a sudden I feel like my family just grew. നമ്മൾ ജസ്റ്റ് 4 പേര് മാത്രമായിട്ടിരുന്ന ഫാമിലി, ഞാൻ അപ്പ അമ്മ കണ്ണൻ മാത്രമായിട്ടിരുന്ന ഫാമിലി, പെട്ടെന്ന് it just blasted and we are like this huge unit and they've been so accommodating with me and like I've easily found my place within them. Yeah. Wishing Navneet and my dear and our dear Chakki Kuttan a very, very, very happy married life. Have fun, guys. ചക്കിക്കുട്ട, കിച്ചു, എന്നും സന്തോഷമായിട്ട് ആയുസ്സും ആരോഗ്യത്തോടെ എല്ലാ ഐശ്വര്യങ്ങളും എല്ലാം ദൈവം നിറഞ്ഞു തരട്ടെ. എല്ലാ പ്രാർത്ഥനകളും. All the very best. God bless. ജന്മജന്മാന്തരങ്ങളായുള്ള ബന്ധം അത് ഇനി നിറയെ ജന്മങ്ങൾ തുടച്ചതേ മാറിപ്പോവും. മാതാകൃഷ്ണൻ കൂടി ഉണ്ടാവും.